ദൈവം നമുക്ക് പ്രത്യക്ഷപ്പെട്ട് ഇഷ്ടപ്പെടുന്ന വരം ചോദിച്ചു കൊള്ളുവാൻ ആവശ്യപ്പെട്ടാൽ നാം എന്തായിരിക്കും ദൈവത്തോട് ചോദിക്കുക? ഓരോരുത്തരും വ്യത്യസ്തമായ കാര്യങ്ങൾ ആയിരിക്കും ദൈവത്തോട് ആവശ്യപ്പെടുക. എന്നാൽ ഇസ്രായേലിലെ രാജാവായിരുന്ന ദാവീദിൻ്റെ മകനായ ശലോമോൻ രാജാവിന് ഒരിക്കൽ ദൈവം പ്രത്യക്ഷനായിട്ട് ശലോമോനോട് ചോദിച്ചത്, നിനക്ക് വേണ്ടുന്ന വരം നീ ചോദിച്ചു കൊള്ളുക എന്നായിരുന്നു. അതിന് ശലോമോൻ പറഞ്ഞ ഉത്തരം 1 രാജാക്കന്മാർ 3-ാം അധ്യായം 6 മുതൽ ഉള്ള വേദഭാഗങ്ങളിലുണ്ട്. എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിൻ്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയപരമാർത്ഥതയോടും കൂടെ നിൻ്റെ മുമ്പാകെ നടന്നതിനൊത്തവണ്ണം നീ അവന് വലിയ കൃപ ചെയ്ത് ഈ വലിയ കൃപ അവനായി പാലിക്കുകയും ഇന്നുള്ളതുപോലെ അവൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ അവന് ഒരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, നീ അടിയനെ ഇപ്പോൾ എൻ്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാനോ ഒരു ബാലനത്രേ, കാര്യാദികൾ നടത്തുവാൻ എനിക്കറിവില്ല. നീ തിരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്തം എണ്ണവും കണക്കും ഇല്ലാത്തതുമായ വലിയൊരു മഹാജാതിയായ നിൻ്റെ ജനത്തിൻ്റെ മധ്യേ അടിയൻ ഇരിക്കുന്നു. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിൻ്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ശലോമോൻ്റെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ ദൈവത്തിന് പ്രസാദമായി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശലോമോൻ ചോദിച്ച കാര്യം ദൈവത്തിന് പ്രസാദമായിരുന്നു. നമ്മുടെ എത്ര പ്രാർത്ഥനകളിൽ ദൈവത്തിന് പ്രസാദം ഉണ്ടാകുന്നുണ്ട്? പലപ്പോഴും ദൈവഹിതമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, നീണ്ട ലിസ്റ്റുകൾ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉണ്ടാകുന്നു എന്നുള്ളതല്ലേ ശരി? ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുവാൻ നാം എന്തേ പഠിക്കാത്തത്? പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ യേശു കർത്താവിനോട് ആവശ്യപ്പെട്ടതുപോലെ ശരിയായി പ്രാർത്ഥിക്കുവാൻ എന്നിൽ ദൈവമേ അങ്ങയുടെ കൃപ അരുളണമേ എന്ന് നാം പ്രാർത്ഥിക്കേണ്ട സമയം ഇപ്പോൾ ആഗതമായിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ശലോമോൻ ആവശ്യപ്പെട്ടത് ഗുണവും ദോഷവും നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള ശേഷി എനിക്ക് തരണമേ. അന്ധനായ മനുഷ്യൻ ഒരിക്കലും നിറങ്ങൾ തിരിച്ചറിയുവാനായിട്ട് കഴിയുകയില്ല. ചെവി കേൾക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു ശബ്ദവും അദ്ദേഹത്തിന് തിരിച്ചറിയുവാനായിട്ട് സാധ്യമല്ല. തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്നത് എത്രയോ ദൗർഭാഗ്യകരമാണ്. അങ്ങനെയെങ്കിൽ നല്ലതും തീയതും തിരിച്ചറിയുവാൻ എപ്പോഴും നമുക്ക് കഴിഞ്ഞിരിക്കണം. അത് എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപ നമുക്ക് ആവശ്യം ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുമ്പോഴാണ്. കഴിവ് കൊണ്ടും പ്രാപ്തി കൊണ്ടും ശക്തി കൊണ്ടും മിടുക്ക് കൊണ്ടും വിദ്യാസമ്പത്ത് കൊണ്ടും ഒന്നും ജീവിതം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആർക്കും ജീവിച്ചു തീർക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതല്ലേ സത്യം. അങ്ങനെയെങ്കിൽ വാസ്തവമായി നമ്മെ തെറ്റിക്കുവാൻ ഒരുപാട് സാധ്യതകളുള്ള ഈ ലോകത്ത് മിന്നുന്ന പ്രകടനങ്ങളൊക്കെ പലരും കാഴ്ചവെക്കുമ്പോൾ ആരെ വിശ്വസിക്കണം? ആരോട് ചേർന്നിരിക്കണം? ഇതൊന്നും നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റാത്ത നിലയിൽ കൗശലത്തോടെ തന്ത്രത്തോടെ വളരെ നന്നായി മനുഷ്യൻ അഭിനയിച്ചുകൊണ്ട് പെരുമാറുമ്പോൾ ഈ പ്രാർത്ഥന വളരെ പ്രസക്തമാണ്. നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള ഒരു വരം ശലോമോൻ ചോദിച്ചതുപോലെ നാം ചോദിക്കേണ്ടതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരെയും തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നുണ്ടോ? കള്ള അപ്പോസ്തലന്മാരെയും യഥാർത്ഥത്തിലുള്ള അപ്പോസ്തലന്മാരെയും എഫെസോസിലെ സഭ തിരിച്ചറിഞ്ഞു. അവർ കള്ള അപ്പോസ്തലന്മാർ എന്ന് തിരിച്ചറിഞ്ഞത് നമ്മൾ വായിക്കുന്നുണ്ട്. ശരിയായ ഉപദേശം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ശരിയായ ദൈവദാസന്മാരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ?
ഏതാണ് യഥാർത്ഥ സഭ എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിച്ചിട്ടുണ്ടോ? ശരിയേത്, തെറ്റേത്, ഗുണമേത്, ദോഷമേത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടോ? ഇതിൻ്റെ എല്ലാം ശരിയായ അളവുകോൽ എന്ന് പറയുന്നത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ദൈവവചനം ഗ്രഹിപ്പാനുള്ള ബുദ്ധി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ. വചനത്തിലൂടെയുള്ള വെളിപ്പാടുകൾ ദൈവം നമുക്ക് നൽകട്ടെ. തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ ഏത് തിരഞ്ഞെടുക്കണം എന്ന് നമുക്ക് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് ബോധ്യമാക്കി തരും. ഗുണദോഷങ്ങളും ശരിതെറ്റും നന്മതിന്മയും തിരിച്ചറിയുവാൻ പറ്റാത്ത ഒരു ജീവിതം ശരിയായ ജീവിതമല്ല. അതുകൊണ്ട് തിരിച്ചറിവില്ലാത്ത മനുഷ്യരും തിരിച്ചറിവില്ലാത്ത ഈ ലോകവും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ശലോമോനെ പോലെ ഒരു വരം ദൈവത്തോട് നമുക്ക് ചോദിക്കാം. കർത്താവേ, ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് നല്ലത്, ഏതാണ് തീയത്, ഏതാണ് നന്മ, ഏതാണ് തിന്മ, ആരാണ് ശരി, ആരാണ് തെറ്റ്? ശരിയുടെ പക്ഷത്ത് നിൽക്കുവാൻ, നന്മയുടെ പക്ഷത്ത് നിൽക്കുവാൻ, നല്ലതിൻ്റെ പക്ഷത്ത് നിൽക്കുവാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ദൈവത്തോട് ജ്ഞാനം ചോദിച്ചു വാങ്ങിയവരാണ്. നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. ശലോമോനെ പോലെ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് പ്രസാദകരമായ പ്രാർത്ഥനയായിട്ട് മാറട്ടെ. ശലോമോൻ ചോദിച്ചത് ദൈവത്തിന് പ്രസാദമായിരുന്നു. കർത്താവേ, ദൈവത്തിന് പ്രസാദകരമായ നിലകളിൽ പ്രാർത്ഥിക്കുവാൻ വചനം കേൾക്കുന്ന എല്ലാവർക്കും കൃപ കൊടുക്കണം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.